back, my dear students. Envelope എന്ന സെക്ഷനിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. So the definition is the envelope of the one parameter family of curves is the locus of limiting positions of the points of intersection of any two curves of the family when one of them tends to coincide with the other, which is kept fixed. അതായത് നമ്മൾ തൊട്ട് മുമ്പിലത്തെ കേസിൽ y ഈസ് ഈക്വൽ ടു ആൽഫ എക്സ് പ്ലസ് 1 / ആൽഫയും y ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ഡെൽറ്റ ആൽഫ എക്സ് പ്ലസ് 1 / ആൽഫ പ്ലസ് ഡെൽറ്റ ആൽഫയും ചെയ്തു. ഇതിൻ്റെ അകത്ത് ഈ കർവ്, ഈ സ്ട്രെയിറ്റ് ലൈൻ ഫിക്സ് ചെയ്തു. നമ്മൾ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് കണ്ടെത്തി. ഈ കർവ് ഡെൽറ്റ ആൽഫ ടെൻസ് ടു 0 ആകുമ്പോൾ ഈ രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈൻ ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈനുമായിട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്, അല്ലെങ്കിൽ അതുമായിട്ട് കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ ഈ രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈൻ ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യാൻ പോകുമ്പോൾ ഉള്ള പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടെത്തി. അങ്ങനെയുള്ള പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ്റെ കളക്ഷനെ, ലോക്കസുകളെയാണ് നമ്മൾ എൻവലപ്പ് എന്ന് വിളിക്കുന്നത്. സോ എൻവലപ്പ് എന്ന് പറയുന്നത് ലോക്കസ് ഓഫ് ലിമിറ്റിംഗ് പൊസിഷൻ ഓഫ് പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എനി ടു കർവ്സ്. ഒരു ഫാമിലി ഓഫ് കർവ്സിൻ്റെ കേസിൽ അതിൻ്റെ അകത്തെ ഏതെങ്കിലും രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷനുകളുടെ ഏത് രണ്ട് കർവ് എടുത്താലും ആ രണ്ട് കർവുകളുടെ ഇൻ്റർസെക്ഷൻസിൻ്റെ കളക്ഷനാണ്. സച്ച് ദാറ്റ് ഏതെങ്കിലും ഒരു കർവ് ഫിക്സ്ഡ് ആയിരിക്കും, മറ്റേ കർവ് രണ്ടാമത്തെ കർവുമായിട്ട് ഫസ്റ്റ് കർവുമായിട്ട് അപ്രോച്ച് ചെയ്യും. അതായത് രണ്ട് കർവും കോയിൻസൈഡ് ചെയ്യുന്ന തലത്തിൽ രണ്ട് കർവ്സിൻ്റെയും ഇൻ്റർസെക്ഷൻ്റെ പോയിൻറ്റ്സ് ഓഫ് കളക്ഷനെയാണ് നമ്മൾ എൻവലപ്പ് എന്ന് വിളിക്കുന്നത്. സോ ഈ കേസിൽ നമ്മൾ കണ്ടുപിടിച്ചു y² = 4x ആണ് ഈ കർവിൻ്റെ എൻവലപ്പ് എന്ന് കണ്ടുപിടിച്ചു. അതായത് ഈ നമ്മൾ y = ആൽഫ എക്സ് പ്ലസ് 1 / ആൽഫ എന്ന് പറയുന്ന ഫാമിലി ഓഫ് കർവ്സിൻ്റെ കേസിൽ ഈ സ്ട്രെയിറ്റ് ലൈനുമായിട്ട് അപ്രോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യുന്ന ഫാമിലി ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് എടുത്തു, അല്ലെങ്കിൽ ഏത് രണ്ട് സ്ട്രെയിറ്റ് ലൈൻസും എടുക്കാം. അത് തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്ന ഒരു തലത്തിൽ എത്തുമ്പോൾ ഇവ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ഓഫ് കളക്ഷനെയാണ്, അതിനെ ഒരു കർവായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്താൽ ആ കർവിനെയാണ് നമ്മൾ എൻവലപ്പ് എന്ന് സാധാരണയായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. സോ എൻവലപ്പ് ഈസ് ദ envelope of the one parameter family of curves is the locus of the limiting positions of the points of intersection of any two curves of the family when one of them tends to coincide with the other, which is kept fixed. Okay, another example is ഇതാണ് നമ്മൾ ഇപ്പോൾ ഡിഫൈൻ ചെയ്ത കർവ്. ഇവിടെ ഒരു ഫാമിലി ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് എടുത്തു. ഇവിടുത്തെ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് എടുക്കുക. ആ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് ആണ്. അങ്ങനെ ഏത് രണ്ട് സ്ട്രെയിറ്റ് ലൈൻ എടുക്കുമ്പോൾ അത് തമ്മിലുള്ള ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സുകളുടെ കളക്ഷൻ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു പരാബോളയായിട്ട് നമുക്ക് കിട്ടി. ഇതാണ് ഡിഫൈൻ ചെയ്തത്. സിമിലർലി ഇവിടുത്തെ വേറൊരു കർവാണ്. ഈ നീല കളറിൽ കാണുന്നതാണ് ഫാമിലി ഓഫ് കർവ്സ്. ആ രണ്ട് കർവ്സ് ആർബിട്രറി ആയിട്ടുള്ള കർവ്സ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സുകളുടെ കളക്ഷൻ നമ്മൾ ഈ റെഡ് കളറായിട്ടുള്ള കർവായിട്ട് വരച്ചു. ഇതാണ് ഈ ഫാമിലി ഓഫ് കർവ്സിൻ്റെ എൻവലപ്പ് എന്ന് വിളിക്കുന്നത്. സോ ബേസിക്കലി ദിസ് ഈസ് ഈ ഒരു ഫാമിലി ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്സൈഡ് പാർട്ടിലുള്ള പോയിൻറ്റ്സുകളുടെ കളക്ഷനെ നമ്മളൊരു കർവായിട്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ആ കർവിനെയാണ് നമ്മൾ എൻവലപ്പ് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് എൻവലപ്പ് ഇനി എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. നമ്മൾ ഒരു ഫാമിലി ഓഫ് കർവ്സിൻ്റെ എൻവലപ്പ് കണ്ടെത്തി കഴിഞ്ഞു. ഈ ബാക്കിയുള്ള ഫാമിലീസ് ഓഫ് കർവ്സിൻ്റെ എൻവലപ്പ് എങ്ങനെ കണ്ടെത്താം? സോ നെക്സ്റ്റ് ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് envelope. നമ്മൾ മുമ്പേ ചെയ്ത ഒരു പ്രോബ്ലത്തിൻ്റെ മെത്തേഡിനെ തന്നെ ഒരു ജനറൽ ടെർമിനോളജി റെപ്രസെൻ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വി ഹാവ് എ വൺ പാരാമീറ്റർ ഫാമിലി ഓഫ് കർവ്സ് വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ എഫ് ഓഫ് എക്സ് വൈ ആൽഫ = 0. നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്തത് ആൽഫയ്ക്ക് പകരം ആൽഫ പ്ലസ് ഡെൽറ്റ ആൽഫ കൊടുത്തു. സോ കറസ്പോണ്ടിങ് വൺ പാരാമീറ്റർ ഫാമിലീസ് എഫ് ഓഫ് എക്സ് വൈ ആൽഫ പ്ലസ് ഡെൽറ്റ ആൽഫ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത്
നമ്മൾ ചെയ്തത് ഇതിൻ്റെ അകത്തു നിന്ന് നമ്മൾ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടെത്തി. പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടെത്തിയതിന് ശേഷം ഡെൽറ്റ ആൽഫ ടെൻസ് ടു 0. ഓക്കെ, സോ കോമൺ പോയിൻറ്റ്സ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ഈക്വൽ ടു 0 എന്നുള്ളൊരു ഇക്വേഷൻ എടുത്ത് ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടെത്തിയാൽ മതി. അങ്ങനെയാകുമ്പോൾ കോമൺ പോയിൻറ്റ്സ് കിട്ടും. ഓക്കെ, സോ ദ കോമൺ പോയിൻറ്റ്സ് ഈസ് ദ പോയിൻറ്റ്സ് കോമൺ ടു ഇക്വേഷൻ എ എന്നും ഇക്വേഷൻ ബി എന്നും കൊടുത്താൽ എ ആൻഡ് ബി ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഇതിന് രണ്ടിനെ സബ്ട്രാക്ട് ചെയ്യുക. ആ സബ്ട്രാക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ്റെ അകത്തു നിന്ന് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ ബിഗ്ഗർ ഇക്വേഷൻ നിന്ന് സ്മോളർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതായിരിക്കും കൺവീനിയൻറ്റ്. സോ എഫ് ഓഫ് എക്സ് വൈ ആൽഫ പ്ലസ് ഡെൽറ്റ ആൽഫ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡെൽറ്റ ആൽഫ ഈസ് ഈക്വൽ ടു 0. നമ്മൾ ത്രൂ ഔട്ട് ഡെൽറ്റ ആൽഫ കൊണ്ട് ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ഈക്വൽ ടു 0 എന്ന് പറയുന്ന എക്സ്പ്രഷനെ നമ്മൾ ഡെൽറ്റ ആൽഫ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദിസ് എഫ് ഓഫ് എക്സ് കോമ വൈ കോമ ആൽഫ പ്ലസ് ഡെൽറ്റ ആൽഫ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡെൽറ്റ ആൽഫ അല്ല സോറി ആൽഫയാണ് ഈസ് ഈക്വൽ ടു 0 ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ആൽഫ. ഇവിടെ ഡെൽറ്റ ആൽഫ ഇല്ല, ആൽഫ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇത് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസാണ് നമ്മുടെ കോമൺ പോയിൻറ്റ്സ്. ഈ ഇക്വേഷൻ ഈക്വൽ ടു 0 ആകണമെന്നുണ്ടെങ്കിൽ ഇത് ഈക്വൽ ടു 0 ആയാലും മതി. കാരണം ഡെൽറ്റ ആൽഫ കൊണ്ട് ഡിനോട്ട് ചെയ്യുമ്പോൾ ഈ ഇക്വാലിറ്റി ഈക്വൽ ടു 0 എന്നുള്ള ഇക്വാലിറ്റിയെ യാതൊരു വിധത്തിൽ അഫക്റ്റ് ചെയ്യുന്നില്ല. സോ ഇതിൻ്റെ സൊല്യൂഷനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ കോമൺ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നുകിൽ ഈ ഇക്വേഷൻ ഈക്വൽ ടു 0 എന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഈക്വൽ ടു 0 എന്ന് കണ്ടെത്തുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തത് ഡെൽറ്റ ആൽഫ ടെൻസ് ടു 0 ആണ് നമ്മൾ ചെയ്തത്. സോ as delta alpha tends to 0, the limit is limit delta alpha tends to 0 f of x comma y alpha plus delta alpha minus f of x y alpha divided by ഡെൽറ്റ ആൽഫ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഇത് ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ എഫ് ബൈ ഡോ വൈ, എഫ് എന്നുള്ളത് ഒരു എക്സ് വൈയിലുള്ളൊരു ഫംഗ്ഷനാണ്. ഡോ എഫ് ബൈ ഡോ വൈ ഈസ് ആക്ച്വലി ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഫിക്സ് ചെയ്യുക, വൈയെ വൈ പ്ലസ് ഡെൽറ്റ വൈ എന്നാക്കുക, മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. ദിസ് ഈസ് ആക്ച്വലി ദ ഡെഫിനിഷൻ ഓഫ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. നമുക്ക് അടുത്ത സെക്ഷനിൽ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യും. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് വെച്ചാൽ ഒരു വേരിയബിൾ, ഒന്നിലധികം വേരിയബിൾസിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക എന്നുള്ളതാണ് ബേസിക് ഐഡിയ. അപ്പോൾ ഇവിടെ ഒരു വേരിയബിൾ ഫിക്സ് ചെയ്തിട്ട് മറ്റേ വേരിയബിൾ മാത്രം വേരി ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള ഡെറിവേറ്റീവ്സിനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ 3 വേരിയബിളാണ്, എക്സ് വൈ ആൽഫ എന്നുള്ള 3 വേരിയബിൾ. ഇവിടെ ആൽഫ പ്ലസ് ഡെൽറ്റ ആൽഫ ആക്കി, അതായത് ആൽഫയെ ചേഞ്ച് ചെയ്തു, മൈനസ് ദിസ് പാർട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ആൽഫയുടെ ലിമിറ്റ് എടുത്തു, വിച്ച് ബൈ ദിസ് ഡെഫിനിഷൻ ഈസ് ആക്ച്വലി ഡോ എഫ് ബൈ ഡോ ആൽഫ ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഡോ എഫ് ബൈ ഡോ ആൽഫ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ ഈസ് എഫ് ഓഫ് എക്സ് വൈ ആൽഫ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ. രണ്ടാമത്തേത് ഡോ ബൈ ഡോ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ആൽഫ. ഞാൻ എഫിന് പകരം എഫ് ഓഫ് എക്സ് വൈ ആൽഫ എന്ന് കൊടുത്തേ ഉള്ളൂ. ഈ 2 ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ സി, ഇക്വേഷൻ ഡി. ഈ 2 ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ആൽഫ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ആൽഫ എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എക്സിലും വൈയിലും ഉള്ളൊരു എക്സ്പ്രഷൻ കിട്ടും. ഫൈ ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള എക്സ്പ്രഷൻ കിട്ടും. ദിസ് എക്സ്പ്രഷൻ ഈസ് ആക്ച്വലി ദ ഇക്വേഷൻ ഓഫ് ദ എൻവലപ്പ്.
നമ്മൾ ലാസ്റ്റിൽ ചെയ്തത് അങ്ങനെയാണ്. എക്സും വൈയും കണ്ടെത്തി എന്നിട്ട് എക്സിനെ വൈയുടെ ടേംസിൽ എഴുതുകയാണ് ചെയ്തത്. സോ എക്സും വൈയും കണക്ട് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ കിട്ടി. അങ്ങനെയാണ് അതാണ് എൻവലപ്പിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് എൻവലപ്പ് കണ്ടെത്തുന്നത്. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഡോ എഫ് ബൈ ഡോ ആൽഫ എന്ന് പറയുന്ന ഈ കമ്പോണൻറ്റ് 0 ആകണം. ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ എൻവലപ്പിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഒരു 1 പാരാമീറ്റർ ഫാമിലി എഫ് ഓഫ് എക്സ് വൈ ആൽഫ ഈസ് ഈക്വൽ ടു 0യുടെ എൻവലപ്പ് കണ്ടെത്താനായിട്ട് consider this equation f of x y alpha is equal to 0 as equation number 1. Then consider dou f by dou alpha, which is usually denoted by f alpha. X y alpha equal to 0 എന്നുള്ള ഈ എക്സ്പ്രഷനും കണ്ടെത്തുക. ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും ആൽഫ എലിമിനേറ്റ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ ഇതിൽ നിന്നും എക്സ് ഈസ് ഈക്വൽ ടു സം ഫൈ ഓഫ് ആൽഫ ആൻഡ് വൈ ഈസ് ഈക്വൽ ടു സം സൈ ഓഫ് ആൽഫ എന്ന് പറയുന്ന രണ്ട് എക്സ്പ്രഷൻസ് കിട്ടും. ഈ രണ്ട് എക്സ്പ്രഷൻസിനെ സോൾവ് ചെയ്യുമ്പോൾ സോൾവിങ് ഇക്വേഷൻ നമ്പർ 2 ആൻഡ് 1 ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പ്രഷനാണിത്. എക്സ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ആൽഫ ആൻഡ് വൈ ഈസ് ഈക്വൽ ടു സൈ ഓഫ് ആൽഫ. ഇത് തമ്മിൽ സോൾവ് ചെയ്ത് എക്സിൻ്റെയും വൈയുടെയും ടേംസിലുള്ള ഒരു എക്സ്പ്രഷൻ ആക്കി എഴുതുമ്പോൾ നമുക്ക് ഒരു എൻവലപ്പിൻ്റെ ഇക്വേഷൻ കിട്ടും. അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ആൽഫ എന്നും വൈ ഈസ് ഈക്വൽ ടു സൈ ഓഫ് ആൽഫ എന്ന രൂപത്തിലുള്ള എക്സ്പ്രഷൻ ആക്കി എഴുതിയാൽ എൻവലപ്പിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ മെത്തേഡ് ടു സോൾവ് ടു ഫൈൻഡ് ദ എൻവലപ്പ് ഓഫ് എ 1 പാരാമീറ്റർ ഫാമിലി. ഓക്കെ, നിങ്ങൾക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ കുറിച്ച് ഒരു ധാരണയുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. ദയവായിട്ട് മനസ്സിലാക്കുക, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് വെച്ചാൽ സാധാരണ ഡെറിവേറ്റീവ്സ് പോലെ തന്നെയാണ്. ബട്ട് ദ ഓൺലി ഡിഫറൻസ് ഈസ് ദ ഫാക്ട് ദാറ്റ് നമ്മൾ ഒന്നിലധികം വേരിയബിൾസ് കാണും. അതിൻ്റെ അകത്തെ വേരിയബിൾസിൻ്റെ കേസിൽ നമ്മൾക്ക് ഡെറിവേറ്റീവ് എടുക്കുന്ന വേരിയബിൾ ഒഴികെ ബാക്കി എല്ലാ വേരിയബിളും നമ്മൾ ഈക്വൽ ടു 0 കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. സോ കൺസിഡർ ദാറ്റ് ആസ് വെൽ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു സം പ്രോബ്ലംസ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് find the envelope of the family of semi-cubical parabolas y square is equal to x plus alpha the whole cube. So നമുക്ക് y square is equal to x plus alpha the whole cube എന്ന് പറയുന്ന ഒരു ഫാമിലി ഓഫ് കർവ്സിൻ്റെ എൻവലപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദ ഫസ്റ്റ് ഇക്വേഷൻ ഈസ് ആക്ച്വലി y square is equal to x plus alpha the whole cube. ഓക്കെ, സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം വിത്ത് റെസ്പെക്ട് ടു ആൽഫ. പ്രത്യേകം ശ്രദ്ധിക്കുക, വിത്ത് റെസ്പെക്ട് ടു ആൽഫയിൽ ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ബാക്കിയുള്ള വേരിയബിൾസ് ആയിട്ടുള്ള വൈയും എക്സും കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, സോ നൗ ഡിഫറൻഷിയേറ്റിംഗ് 1 വിത്ത് റെസ്പെക്ട് ടു ആൽഫ പാർഷ്യലി. ഓക്കെ, സോ ഈ ഇക്വേഷനെ നമ്മൾ ആൽഫയുടെ ടേംസിൽ ഡെറിവേറ്റീവ് എടുക്കുന്നു. സോ അപ്പോൾ ആദ്യം വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഞാൻ പറഞ്ഞു പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആൽഫ ഒഴികെ ബാക്കി എല്ലാ വേരിയബിൾസും കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇസ് വൈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വൈ സ്ക്വയർ ഇസ് ഓൾസോ കോൺസ്റ്റൻ്റ്. ഇറ്റ്സ് ഡെറിവേറ്റീവ് ഈസ് ആക്ച്വലി 0. ഓക്കെ, നെക്സ്റ്റ് ഈസ് എക്സ് പ്ലസ് ആൽഫ ദ ഹോൾ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ആണ് അടുത്തതായിട്ട് വേണ്ടത്. എക്സ് പ്ലസ് ആൽഫ ദ ഹോൾ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ഈസ്
ഇവിടെ ആൽഫ ക്യൂബ് എന്നുള്ള ഫോമാറ്റിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് എക്സ് പ്ലസ് ആൽഫയെ നമുക്ക് യു എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഡെറിവേറ്റീവ് ഡി ആൽഫ ഈസ് ഈക്വൽ ടു ഡി യു എന്ന് കൊടുക്കാം. സോ ദിസ് ഈസ് ആക്ച്വലി ഓഫ് ദ ഫോം യു ക്യൂബ്. യു ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ഈസ് ആക്ച്വലി 3 into u square. So 3 into x plus alpha the whole square into x plus alpha the derivative. X in the derivative is 0 because we are differentiating with respect to alpha, in which x is actually a constant. So 0 plus alpha the derivative with respect to alpha 1 kittum. So the answer becomes 3 into x plus alpha the whole square. So നമ്മുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ our answer becomes 3 into x plus alpha the whole square is equal to 0. So this implies x plus alpha the whole square is equal to 0. This is actually equation number 2. നമുക്ക് ചെയ്യേണ്ടത് ഇക്വേഷൻ നമ്പർ 1 നിന്നും 2 നിന്നും ആൽഫ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ കിട്ടുന്നതാണ് എൻവലപ്പിൻ്റെ എക്സ്പ്രഷൻ. സോ നമുക്കറിയാം ഇക്വേഷൻ നമ്പർ 1 ഈസ് വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു എക്സ് പ്ലസ് ആൽഫ ദ ഹോൾ ക്യൂബ്. അതിനെ നമുക്ക് എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. നമുക്കറിയാം എക്സ് പ്ലസ് ആൽഫ ദ ഹോൾ സ്ക്വയർ ഈസ് ആക്ച്വലി 0. So this becomes 0. So നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ വൈ ഈസ് ഈക്വൽ ടു 0 ആണ്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ എൻവലപ്പ്. അപ്പോൾ നമ്മൾ ചെയ്തത്, നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് ഗിവൺ സെറ്റ് ഓഫ് ഇക്വേഷൻസ് എടുത്തു, അതിനെ പാർഷ്യലി ഡെറിവേറ്റീവ് എടുത്തു വിത്ത് റെസ്പെക്ട് ടു ആൽഫയിൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിളിലാണോ ചെയ്യേണ്ടത് അതൊഴികെ ബാക്കി എല്ലാ വേരിയബിൾസും കോൺസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് സാധാരണ പോലെ ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് പ്ലസ് ആൽഫ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. അതിൻ്റെ അകത്തുനിന്ന് രണ്ട് ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ നമ്പർ 1 and 2. ഈ രണ്ട് ഇക്വേഷനകത്തുനിന്ന് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ആൽഫ എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വേണ്ട എക്സ്പ്രഷൻസ് കിട്ടും. സോ എക്സ് പ്ലസ് ആൽഫ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് പ്ലസ് ആൽഫ ഈസ് ഈക്വൽ ടു 0 നമുക്ക് വേണമെങ്കിൽ എഴുതാം. സോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ആൽഫ ദ ഹോൾ ക്യൂബിനെ എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എക്സ് പ്ലസ് ആൽഫ ദ ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ബിക്കം 0. സോ വൈ ബിക്കം 0. സോ വൈ ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്ത ഫാമിലി ഓഫ് പരാബോളാസിൻ്റെ എൻവലപ്പ് എന്ന് പറയുന്നത്. So moving on to the next question, question number 2. Show that the envelope of the family of the straight line of straight lines x cos alpha plus y sin alpha is equal to L sin alpha cos alpha is x raised to 2/3 plus y raised to 2/3 is equal to L raised to 2/3, where alpha is the parameter. So method is quite simple. നമ്മൾ ആദ്യം നമ്മുടെ തന്നിരിക്കുന്ന എക്സ്പ്രഷനെ എഴുതുക. എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു എൽ സൈൻ ആൽഫ ടൈംസ് കോസ് ആൽഫ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൻ്റെ ആൽഫയാണ് നമുക്ക് വേണ്ട പാരാമീറ്റർ. എൽ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്കിതിനെ കുറച്ചുകൂടെ മാറ്റം വരുത്തി നമുക്ക് വേറൊരു എക്സ്പ്രഷനാക്കി നമ്മൾ മാറ്റുന്നു. അതിനുവേണ്ടി സൈൻ ആൽഫ കോസ് ആൽഫ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ എക്സ് കോസ് ആൽഫ ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ കോസ് ആൽഫ. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു എൽ.
സൈൻ ആൽഫ കോസ് ആൽഫയെ സൈൻ ആൽഫ കോസ് ആൽഫ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. സോ ദിസ് ഇക്വേഷൻ ഈസ് സിമിലർ ടു ദിസ് ഇക്വേഷൻ. ഇന്ന് കോമൺ ആയിട്ടുള്ള ടേംസ് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ഫസ്റ്റ് ടൈമിൽ നിന്ന് കോസ് ആൽഫ ക്യാൻസൽ ആവും, സെക്കൻഡ് ടൈമിൽ നിന്ന് സൈൻ ആൽഫയും ക്യാൻസൽ ആകുമ്പോൾ ദ എക്സ്പ്രഷൻ ബിക്കംസ് എക്സ് ബൈ സൈൻ ആൽഫ പ്ലസ് വൈ ബൈ കോസ് ആൽഫ ഈസ് ഈക്വൽ ടു എൽ. സോ നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എക്സ് ബൈ സൈൻ ആൽഫ പ്ലസ് വൈ ബൈ കോസ് ആൽഫ ഈസ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സ്പ്രഷൻ. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. അടുത്തതായിട്ട് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആൽഫയിൽ ഇതിനെ ഡെറിവേറ്റീവ് എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, വിത്ത് റെസ്പെക്ട് ടു ആൽഫയിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ബാക്കി എല്ലാ വേരിയബിൾസും കോൺസ്റ്റൻസ് ആണ്. സോ ഡിഫറൻഷിയേറ്റിംഗ് 1 partially with respect to alpha, we get equation 1-നെ പാർഷ്യലി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഫസ്റ്റ് എക്സ് ഉണ്ട്, നെക്സ്റ്റ് ഈസ് 1 സൈൻ ആൽഫയുടെ ഡെറിവേറ്റീവ് ആണ്. അതിനെ ആദ്യം 1/x എന്നുള്ള ഫോർമാറ്റിൽ 1/u എന്നുള്ള ഫോർമാറ്റിൽ കൺസിഡർ ചെയ്യുക. 1/uവിൻ്റെ ഡെറിവേറ്റീവ് -1/u² ആണ്. സോ 1 സൈൻ ആൽഫയുടെ ഡെറിവേറ്റീവ് -1 സൈൻ ആൽഫ ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ഇൻറ്റു സൈൻ ആൽഫയുടെ ഡെറിവേറ്റീവ് എടുക്കണം. സൈൻ ആൽഫയുടെ ഡെറിവേറ്റീവ് ഈസ് കോസ് ആൽഫ. നമ്മൾ എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുത്തത്, കോൺസ്റ്റൻ്റ് ഔട്ട് സൈഡ് എടുത്തിട്ട് 1 സൈൻ ആൽഫയുടെ ഡെറിവേറ്റീവ് എടുത്തു. പ്ലസ് ഇവിടെ y കോൺസ്റ്റൻ്റ് ആണ്. അടുത്തത് 1 കോസ് ആൽഫയുടെ ഡെറിവേറ്റീവ്. 1 കോസ് ആൽഫയും 1/u എന്നുള്ള ഫോർമാറ്റിൽ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ഡെറിവേറ്റീവ് ഈസ് -1/u². സോ കോസ് ആൽഫ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് ആൽഫയുടെ ഡെറിവേറ്റീവ് ഈസ് -സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു എല്ലിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 0. സോ അടുത്തത് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു എക്സ്പ്രഷൻ കിട്ടി, വിച്ച് ബൈ സിംപ്ലിഫിക്കേഷൻ വി ഗെറ്റ് ദി ആൻസർ ആസ് -x കോസ് ആൽഫ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ ആൽഫ and minus into minus is plus y sin alpha divided by cos square alpha is equal to 0. This is equation number 2. ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് ആൽഫയുടെ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് വേർഷൻ എന്നുള്ളത് സൈൻ ആൽഫയുടെയും കോസ് ആൽഫയുടെയും വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് നമുക്ക് കണ്ടെത്താനായിട്ട് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 മാത്രം കൺസിഡർ ചെയ്ത് നമുക്ക് പ്രൊസീഡ് ചെയ്താൽ മതി. സോ ഇക്വേഷൻ നമ്പർ 2 ഈസ് ഈ മൈനസ് ടേം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ y സൈൻ ആൽഫ ബൈ കോസ് സ്ക്വയർ ആൽഫ ഈസ് ഈക്വൽ ടു x കോസ് ആൽഫ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ ആൽഫ. സൈൻ സ്ക്വയർ ആൽഫ ലെഫ്റ്റ് സൈഡിലേക്കും കോസ് സ്ക്വയർ ആൽഫ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുപോകുമ്പോൾ y sin alpha into sin square alpha is y sin cube alpha is equal to ഈ cos square alpha അപ്പുറത്തേക്ക് പോകുമ്പോൾ x cos cube alpha എന്ന് കിട്ടും, which implies ഇവിടെ y/x നമുക്ക് x/y കൺസിഡർ ചെയ്യുമ്പോൾ sin cube alpha ഡിവൈഡഡ് ബൈ cos cube alpha is equal to x/y എന്ന് കിട്ടും. അല്ലെങ്കിൽ cos cube alpha ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക, y റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. സോ sin cube alpha divided by cos cube alpha is equal to x/y എന്ന് കിട്ടും, which is equal to tan cube alpha is equal to x/y എന്ന് കിട്ടും. സോ ഇതിൽ നിന്ന് നമുക്ക് tan cube alpha is equal to x/y നിന്ന് tan alpha is equal to നമ്മൾ ഹോൾ റൈസ് ടു 1/3 എടുക്കുമ്പോൾ x റൈസ് ടു 1/3 ഡിവൈഡഡ് ബൈ y റൈസ് ടു 1/3. നമ്മൾ ഈ എക്സ്പ്രഷനെ ഹോൾ റൈസ് ടു 1/3 എടുക്കും. അപ്പോൾ tan ക്യൂബ് ദ ഹോൾ റൈസ് ടു 1/3 വിച്ച് ഈസ് tan alpha. നെക്സ്റ്റ് ഈസ് x/y ദ ഹോൾ റൈസ് ടു 1/3 വിച്ച് ഈസ് x റൈസ് ടു 1/3 ഡിവൈഡഡ് ബൈ y റൈസ് ടു 1/3. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് സൈൻ ആൽഫ കോസ് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എക്സിലും വൈയിലും മാത്രമുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടും. സോ ഇവിടെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1ൻ്റെ അകത്ത് സൈൻ ആൽഫയും കോസ് ആൽഫയും ഉണ്ട്. ഇപ്പോൾ ടാൻ ആൽഫ നമുക്ക് കിട്ടി, അതിൽ നിന്ന് സൈൻ ആൽഫയുടെയും കോസ് ആൽഫയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ആൻ ഇക്വേഷൻ വിച്ച് ഓൺലി കണക്ട്സ് എക്സ് ആൻഡ് വൈ. സോ അതാണ് നമ്മുടെ മെത്തേഡ്. ഇനിയും അത് എങ്ങനെ ചെയ്യാം? ഇതിനായിട്ട് നമുക്ക്
ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് ഈ എക്സ്പ്രഷൻ നമുക്കൊന്ന് മാറ്റി എഴുതാം. സോ okay, if this angle is alpha, then tan alpha is opposite side by adjacent side ആണ്. So which is this side is x raised to 1 by 3 and this side is y raised to 1 by 3. Then ഇതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ റൂട്ടാണ് this side. So hypotenuse should be equal to x raised to 1 by 3 the whole square plus y raised to 1 by 3 the whole square, the whole raised to the square root, that is x raised to 2 by 3 plus y raised to 2 by 3 the whole raised to 1 by 2. സ്ക്വയർ റൂട്ട് എന്ന് വെച്ചാൽ ഹോൾ റേസ് ടു 1 by 2. സോ ഈ മൂന്ന് സൈഡ്സും കിട്ടി. ആൽഫ ആംഗിൾ ആണെങ്കിൽ ഈ മൂന്ന് സൈഡ്സും കിട്ടി. സോ ദിസ് ഈസ് ആക്ച്വലി ഇതിനെ ഞാൻ എ എന്നങ്ങ് കൊടുക്കുകയാണ്. ദിസ് ഈസ് എ. സോ എ ഈസ് എക്സ് റേസ് ടു 2 by 3 plus y raised to 2 by 3 the whole raised to 1 by 2. So the answer sin alpha should be equal to opposite side by hypotenuse, that is x raised to 1 by 3 divided by x raised to 2 by 3 plus y raised to 2 by 3 the whole raised to 1 by 2. Next is cos alpha, adjacent side by hypotenuse. Cos alpha adjacent side is y raised to 1 by 3. So y raised to 1 by 3 whole divided by x raised to 2 by 3 plus y raised to 2 by 3 the whole raised to 1 by 2. So sin ആൽഫയുടെയും കോസ് ആൽഫയുടെയും വാല്യൂ നമ്മൾ കണ്ടെത്തി. നെക്സ്റ്റ് നമുക്ക് കണ്ടെത്തേണ്ടത്, നമുക്ക് ഒരു എക്സ്പ്രഷൻ, നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്. ആ ഇക്വേഷൻ നമ്പർ 1ൻ്റെ അകത്തുനിന്ന് സൈൻ ആൽഫയുടെയും കോസ് ആൽഫയുടെയും വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ദ ആൻസർ. സോ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഈസ് x by cos sin alpha, x by sin alpha plus y by cos alpha is equal to L. ഇതിൻ്റെ അകത്ത് എല്ലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൽഫ എലിമിനേറ്റഡ് ആയി. ഓക്കെ, സോ എക്സ് സൈൻ ആൽഫയുടെയും കോസ് ആൽഫയുടെയും വാല്യൂ ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് എക്സ്പ്രഷൻ ബിക്കംസ് എക്സ് ബൈ എക്സ് റൈസ് ടു 1 by 3 divided by x raised to 2 by 3 plus y raised to 2 by 3 the whole raised to 1 by 2 plus y divided by y raised to 1 by 3 divided by x raised to 2 by 3 plus y raised to 2 by 3 the whole raised to 1 by 2 is equal to L. ഇത് നമ്മൾ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദിസ് എക്സ്പ്രഷൻ ബിക്കംസ് ദ ന്യൂമറേറ്റർ. സോ എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു 2 by 3 പ്ലസ് വൈ റൈസ് ടു 2 by 3 ദ ഹോൾ റൈസ് ടു 1 by 2 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 1 by 3 പ്ലസ് വൈ ഇൻറ്റു എക്സ് റൈസ് ടു 2 by 3 പ്ലസ് വൈ റൈസ് ടു 2 by 3 the whole raised to 1 by 2 divided by y raised to 1 by 3 is equal to L എന്ന് കിട്ടും. സോ ഇതിൻ്റെ അകത്ത് ആൽഫ ഇല്ല, എക്സും വൈയും മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് ആക്ച്വലി ദ എക്സ്പ്രഷൻ ഫോർ ദ എൻവലപ്പ്. പക്ഷേ നമുക്ക് ഇതല്ല നമ്മുടെ എൻവലപ്പിൻ്റെ എക്സ്പ്രഷനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. സോ വി ഹാവ് ടു ഷോ ദാറ്റ് അവർ എക്സ്പ്രഷൻ ഫോർ എൻവലപ്പ് ഈസ് ആക്ച്വലി എക്സ് റൈസ് ടു 2 by 3 പ്ലസ് വൈ റൈസ് ടു 2 by 3 എൽ റൈസ് ടു 2 by 3 എന്നാണ് നമുക്ക് ആക്ച്വലി പ്രൂവ് ചെയ്യേണ്ടത്. അതിനായിട്ട് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 1 by 3 ഇവിടെയുണ്ട്. എക്സ് ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 1 by 3 ഈസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 1 by 3 ഈസ് എക്സ് റൈസ് ടു 1 minus 1 by 3. So which is x raised to 2 by 3. So this becomes x raised to 2 by 3 into x raised to 2 by 3 plus y raised to 2 by 3 the whole raised to 1 by 2 plus similarly y divided by y raised to 1 by 3 is y raised to 2 by 3 into x raised to 2 by 3 plus y raised to 2 by 3 the whole raised to 1 by 2 is equal to L. ഇതിൻ്റെ അകത്ത് x raised to 2 by 3 plus y raised to 2 by 3 the whole raised to 1 by 2 കോമൺ ആണ്. സോ കോമൺ എടുക്കുമ്പോൾ which implies x raised to 2 by 3 plus y raised to 2 by 3 the whole raised to 1 by 2 times x raised to
2 by 3 plus y raised to 2 by 3 is equal to L എന്ന് കിട്ടും. സോ ഇത് എക്സ് റൈസ് ടു 2 by 3 ഇവിടെ 1 by 2 ടൈംസ് ഉണ്ട്, ഇവിടെ 1 ടൈംസ് ഉണ്ട്. ടോട്ടലി ചെയ്യുമ്പോൾ സോ എക്സ് റൈസ് ടു 2 by 3 പ്ലസ് വൈ റൈസ് ടു 2 by 3 ഇവിടെ 1 by 2 ടൈംസ് ഉണ്ട്, ഇവിടെ 1 ടൈംസ് ഉണ്ട്. ടോട്ടൽ 1 by 2 പ്ലസ് 1 വിച്ച് ഈസ് ആക്ച്വലി 3 by 2. സോ എക്സ് റൈസ് ടു 2 by 3 പ്ലസ് വൈ റൈസ് ടു 2 by 3 the whole raised to 3 by 2 is equal to L. ഓക്കെ, സോ നമുക്ക് കിട്ടേണ്ട എക്സ്പ്രഷനായി. ഇനി പവറിനെ ദ ഹോൾ റൈസ് ടു 2 by 3 ചെയ്യുന്നു. റൈസിങ് ദ ഹോൾ റൈസ് ടു ദ എക്സ്പ്രഷൻ പവർ ഓഫ് 2 by 3. ഈ 3 by 2 കളയാൻ വേണ്ടിയാണ്. സോ ദ എക്സ്പ്രഷൻ ബിക്കംസ് x raised to 2 by 3 plus y raised to 2 by 3 the whole raised to 3 by 2 the whole raised to 2 by 3 is equal to L raised to 2 by 3. 2 by 3 3 by 2 cancel ചെയ്ത് കളയുമ്പോൾ the expression becomes x raised to 2 by 3 plus y raised to 2 by 3 is equal to L raised to 2 by 3 എന്ന് നമുക്ക് കിട്ടും. So this is the expression for envelope.